ഹലോ, അസ്സാം വലൈക്കും. ഇഷ്വാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അമ്മായിയുടെ വീടിരിക്കലായിരുന്നു. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരുമിച്ച് കൂടിയ ദിവസമായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയ വഴിയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളോടൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വഴിയിലൂടെ അങ്ങനെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്. ഇങ്ങനെ ഉമ്മമാരിങ്ങനെ പോയ വഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മളവിടെ പാടത്തെത്തിയിട്ടോ. ആ പാടത്തേക്കുള്ളൊരു വഴിയാണ്, ചെറിയൊരു പാലം പോലത്തെ വഴിയാണ് കേട്ടോ. അതിന് നടക്കാനൊക്കെ ഭയങ്കര പേടിയുണ്ട്. എന്നിട്ട് ഞങ്ങൾ പാടത്തിൻ്റെ അങ്ങനെ പാടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരമ്പത്തിലൂടെ പോണ വഴിക്ക് വാഴയും നെല്ല് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. നെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നെല്ലൊക്കെ ഇതിന് വേണ്ടിയിട്ട്, കൊയ്ത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഉണങ്ങിയിട്ട് ഇതൊക്കെ എൻ്റെ താത്താരും പിന്നെ ആങ്ങളമാരുടെ ഭാര്യമാരും അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊരു ഏട്ടനെ കണ്ടു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ നമ്മുടെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കങ്ങനെ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, പാലം തോടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഏട്ടനോട് വഴിയൊക്കെ ചോദിച്ചപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു തരിക കേട്ടോ. പിന്നെ കുളിക്കാൻ പോണ ഒരു ചേച്ചിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ കൂടെ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ ആ ചേച്ചിയുടെ കൂടെ അങ്ങനെ പോവുകയാണ് കാണാൻ. എല്ലാവരും അതങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഓടിച്ചാടി ഭയങ്കര ഹാപ്പിയാണ്. അവരാണ് മുന്നിൽ ഓടുന്നത്, നമ്മളെത്തുന്നതിന് മുമ്പ് അവർ ഓടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണു. അവർ ഫുൾ ആസ്വദിച്ചിട്ടിങ്ങനെ ഫുൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നല്ല വൈബായിട്ട് പോവുകയാണ്. ഇതൊക്കെ പണ്ട് ചീരത്തോട്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുൾ കാടൊക്കെ കയറി പുല്ലൊക്കെയാണ് തോന്നുന്നു. അങ്ങനെ പുല്ലൊക്കെ വന്ന് മുളച്ച് പിന്നെ ഇവിടെയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ചീരത്തോട്ടമായിരുന്നു ഞങ്ങളൊക്കെ പോണ കാലത്ത്. ഇപ്പോൾ ഇത് പാവക്കത്തോട്ടം പടവലങ്ങൊക്കെയാണ് കേട്ടോ. ഈ അവിടുത്തെ പുഴയിൽ നിന്ന് തോട് പോലത്തെയാണ്, പുഴയല്ല തോട് പോലുള്ളതാണ്. ആ തോട്ടിൽ നിന്ന് വെള്ളമൊക്കെ കയറിയുന്ന സ്ഥലമാണ് അവിടെ കേട്ടോ. ഇതാണ് പാലമൊക്കെ. ഈ പാലത്തിനൊന്നും ഒരു മാറ്റമൊന്നുമില്ല കേട്ടോ. പാലമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പാലത്തിൻ്റെ കൈവരികളൊക്കെ കേട് വന്നിക്കണമെന്ന് തന്നെ ഉള്ളൂ. പക്ഷെ പാലവും ഇതൊക്കെ അതേമാതിരി തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോവാം കേട്ടോ തിരിച്ച്. അവിടുത്തെ വീഡിയോ ഒന്നും ഒതുക്കെ എടുക്കാൻ പറ്റിയില്ല. അവിടെ കുളിക്കണവും അലക്കണമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ കിട്ടി. വെള്ളമൊക്കെ ഉള്ള ഇതാണ്, വെള്ളമൊന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക്. ഞങ്ങൾ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് പാവക്കത്തോട്ടം കേട്ടോ. പാവക്കയും പടവലങ്ങയുടെ ഒക്കെ തോട്ടം കേട്ടോ. പടവലങ്ങയൊക്കെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ പോയ വഴി കൂടിയല്ല കേട്ടോ തിരിച്ച് വരുന്നത്, പാടത്ത് കൂടിയല്ല. പിന്നെ അവിടെ കൂടിയുള്ളൊരു റോഡ് പോലെ ആക്കിക്കൊണ്ട് ഇപ്പോൾ പാടൊക്കെ. അപ്പം അത് ഞാൻ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നമ്മുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ ബാല്യമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ നമ്മളെ ബാല്യമൊക്കെ ഓർമ്മ വരിക കേട്ടോ. മക്കളൊക്കെ ഓടി പോണ കാണുമ്പോഴേ അത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ സ്കൂളിൽ പോയ വഴിയാണ് അതിനൊക്കെയെന്ന്. പിന്നെ കൊന്നപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി തെങ്ങും തോട്ടം. കൊന്നപ്പൂവിൻ്റെ അവിടെ മാങ്ങമ്മൂച്ചിയുണ്ട്. മാങ്ങമ്മ നിറച്ച് മാങ്ങ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് മാങ്ങയൊക്കെ പെറുക്കി തിന്ന് പോയ വഴികളാണിത്. ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ മാങ്ങയൊന്നും പെറുക്കലും
കഴിക്കലൊക്കെ ഉണ്ടോയെന്നാവോ. ഇപ്പോൾ ഫുൾ ടൈം കുട്ടികളൊക്കെ ഉള്ളിൽ തന്നെ അല്ലേ. പിന്നെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഞങ്ങൾ പോയ വഴികളും ഇങ്ങനെ മാങ്ങ പൊറുക്കി കഴിച്ച കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുമെന്നൊക്കെ കുറേ മാങ്ങകൾ പെറുക്കി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ കൂട്ടുകാരും ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചു പോയ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പോവാണ്. പിന്നെതാ ഇത് മുള്ളുമ്പഴമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ മുള്ളുമ്പഴം എന്ന് പറയും. മുള്ളുമ്പഴത്തിൻ്റെ ചെടിയാണ്. നമ്മൾ ഓടി വന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ടോ മുള്ളുമ്പഴം ഉണ്ടോയെന്ന്. പക്ഷെ അതൊന്നുമില്ല. അവിടെയൊക്കെ ഇപ്പോൾ ചീര കൃഷിയായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ വെറുതെ വെറും സ്ഥലം മാത്രം, മണ്ണ് മാത്രമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല അവിടെ നിന്ന്. അത് താത്താൻ്റെ മോൻ്റെ അടുത്തൊരു വടിയൊക്കെ ഉണ്ട് കേട്ടോ. അവനെല്ലാവരെയും എല്ലാവരെയും ഉള്ള മുന്നിൽ നടക്കുന്നുണ്ട്. ഒരു മയിൽ നെല്ല് കൊത്തി തിന്നാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂട്ടവും കണ്ടിട്ട് അത് ഓടി തോന്നുന്നു. ശബ്ദമൊക്കെ കേട്ടിട്ട് അതാ പോണ്. അവനെല്ലാവരെയും ഇങ്ങനെ മേച്ച് പോകുന്നുണ്ട് കേട്ടോ വടിയും കൊണ്ട്. ഇതൊക്കെ എൻ്റെ താത്താരെ മക്കളാട്ടോ. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതങ്ങനെ ഇതൊക്കെ ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഇതിനൊക്കെ പോയി നമ്മളൊക്കെ വന്നതല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ ഇതാ കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടം അതിൽ കൂടി അതാ കുട്ടികളൊക്കെ ഓടി കളിക്കുക കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ പോന്നു. മക്കൾ എനിക്കെല്ലാം ഓടി നല്ലവണ്ണം കളിച്ച് സന്തോഷമായിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. പുല്ലൊക്കെ നോക്ക്. ഞാൻ അതിനൊക്കെ തലോടിയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ്. ഈ നടക്കുന്നതൊക്കെ ആദ്യം വരമ്പ് മാത്രമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ ആക്കിയിട്ടുണ്ട് ആൾക്കാർ. ഇപ്പോൾ വണ്ടിയൊക്കെ വരാനുള്ള റോഡ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് താത്താൻ്റെ മോളാണ്. വീഡിയോ കണ്ടപ്പോൾ അവൾ കൈകൊണ്ടൊക്കെ കാണിച്ചു തരിക കേട്ടോ. ഇവരെയൊന്നും വിളിച്ചിട്ട് അവരൊന്നും വരുന്നേ ഇല്ല കേട്ടോ. അവർക്കൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടേ നല്ല സന്തോഷമായിട്ട്. നമ്മുടെ നാട്ടിൽ കൂടി തന്നെ ഇറങ്ങി നടന്നാൽ നമുക്ക് കാണാൻ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഈ വഴിയൊക്കെ ഞങ്ങൾ കുറേ ആയി വന്നിട്ട്. ഞങ്ങളെപ്പോഴും പ്ലാൻ ചെയ്യും വരണം. കസിൻസൊക്കെ ഒത്തുകൂടുമ്പോൾ ഒരാൾ വരുമ്പോൾ ഒരാളുണ്ടാവാറില്ല. അപ്പം അങ്ങനെ ഇപ്പം എല്ലാവരും അമ്മായിയുടെ വീടിരിക്കൽ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ പോവാമെന്ന് വിചാരിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ ഒത്തുകൂടുമ്പോഴല്ലേ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുക. ഇവിടെയൊന്നും വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം 1-2 വീടുകളായിരുന്നു. ഇപ്പോൾ കുറേ വീടുകളായി കേട്ടോ. അപ്പോൾ അടുത്തടുത്ത് വീടുകളൊക്കെ ഇഷ്ടം പോലെ ആയി. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണാം, ഭംഗിയായിട്ട്. ഇവിടെയൊക്കെ റോഡ്, ഇവിടേക്കൊക്കെ റോഡായി കേട്ടോ. ആദ്യം പാടയില്ലായിരുന്നു. ഇപ്പോൾ റോഡ്, വണ്ടി വരുന്ന റോഡും എല്ലാം ആയി. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഓരോ നൊസ്റ്റാൾജി, നമ്മളെ പണ്ടത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ, ഓർമ്മകളൊക്കെ. അപ്പോൾ നിങ്ങൾ പറയട്ടോ. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ അറിയിക്കണം. പിന്നെ എൻ്റെ തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട്